ഹായ് ഹലോ അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ഏറ്റവും എളുപ്പം ഇത്ര സിമ്പിളായിട്ട് നമുക്ക് അവൽ വിളയിച്ചത് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് നെയ്യ് ഉണ്ടെങ്കിൽ നെയ്യ് ഒഴിക്കാം, ഇല്ലെന്നുണ്ടെങ്കിൽ ഇപ്പം വെളിച്ചെണ്ണ ആയാലും മതി കേട്ടോ. എൻ്റെ കയ്യിൽ നെയ്യ് ഉണ്ടായിരുന്നില്ല, അങ്ങനെ ഞാൻ വെളിച്ചെണ്ണയാണ് ഇട്ട് കൊടുത്തത്. ശേഷം അതിലേക്ക് തിരികിയ തേങ്ങ ഒരു 1-2 കപ്പോളം തേങ്ങ ഇടാം. ഇത്ര തേങ്ങ ഇട്ടാലും നല്ല ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ തേങ്ങയിട്ട് ഒന്ന് വഴറ്റി അതിലേക്ക് കറുത്ത എള്ള് വളരെ നല്ലൊരു സാധനമാണ് കേട്ടോ. നമുക്ക് കുഞ്ഞുങ്ങൾക്കൊക്കെ ബുദ്ധി വികാസത്തിനൊക്കെ വളരെ നല്ലതാണ് ഈ കറുത്ത എള്ള്. അതിട്ട് കൊടുത്തു. അതിന് അളവില്ല, നമുക്ക് ഇഷ്ടമുള്ളതാണ് ഇട്ട് കൊടുക്കാം. ശേഷം അണ്ടിപ്പരിപ്പ്, മുന്തിരി, ബദാം അതുപോലെയുള്ള എന്തുവാണെങ്കിലും ഇട്ട് കൊടുക്കാം. അപ്പോൾ എൻ്റെ കയ്യിൽ ഞാൻ ഇട്ട് കൊടുത്തത് ബദാമാണ്. ബദാം ഒന്ന് മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തിട്ട് ഇട്ട് കൊടുത്തു. ശേഷം ശർക്കര ചുരണ്ടിയത് അതും ഇട്ട് കൊടുത്തു. ഇതെല്ലാം നമ്മൾ ഒറ്റ ഒരു പരിപാടിയാണ്. എല്ലാം ഒരുമിച്ച് ഇട്ട് കൊടുക്കുന്നു, വഴറ്റുന്നു, ഏറ്റവും അവസാനം അവലും ഇട്ട് കൊടുക്കുന്നു. ഇത്രയേ ഉള്ളൂ. അപ്പോഴേക്ക് നമ്മൾ അവൽ വിളയിച്ചത് റെഡിയാവും. ആ ശർക്കര ഒന്ന് ഉരുകി വന്നപ്പോൾ നമ്മളതിലേക്ക് അവലിട്ട് കൊടുക്കുകയാണ്. 400 ഗ്രാം അവലുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ആ അവലും ഇട്ട് കൊടുത്ത് ഇതിനകത്ത് മിക്സ് ആക്കുന്നു. ഇനി നെയ്യിലാണ് നമ്മളിതൊക്കെ വഴറ്റുന്നതെങ്കിൽ നല്ല മണം കിട്ടും. വെളിച്ചെണ്ണയിൽ ചെയ്താലും ഒരു കുഴപ്പവുമില്ല. ഇങ്ങനെ നമ്മൾ ഇതിന് എല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ചെടുക്കണം. അപ്പോഴേക്കും നമ്മുടെ അവൽ വിളയിച്ചത് റെഡി ആയിക്കോളും. യോജിപ്പിച്ച് ആ ശർക്കര എല്ലാം ഇതിനകത്തേക്കൊന്ന് പറ്റി പിടിക്കും. അപ്പോൾ ഈ അവലിൻ്റെ കളറൊക്കെ മാറി ഒരു ബ്രൗൺ കളറായി വരും. നമ്മളിത് ചെയ്യുമ്പോൾ കുറച്ച് വിശാലതയുള്ളൊരു പാത്രം എടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. ആദ്യം ഞാൻ ചെയ്ത പാത്രത്തിലല്ല, ഞാൻ എന്നിട്ട് തട്ടി വേറൊരു ഉരുളിയിലിട്ടാണ് ഇപ്പോൾ ഇത് ചെയ്യുന്നത്. അങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്ത് ഈ ഒരു പരുവാകുമ്പോഴത്തേക്കിനും റെഡിയായി. കണ്ടോ, അതിൻ്റെ കളറൊക്കെ മാറി അടിപൊളിയായി. റെസിപ്പി ഇഷ്ടപ്പെടുകയാണ്, എളുപ്പമാണെന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.